ഒരു ബ്ലൂ പ്രിന്റ് സമ്മാനം കൂടി വന്നിട്ടുണ്ട്. BJP-ക്കാർ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വാരിക്കോരിയുള്ള സഹായം. ഗാർഹിക സിലിണ്ടർ അറിയാലോ, നമ്മുടെ വീട്ടിൽ വാങ്ങിക്കുന്ന ഗ്യാസ് കുറ്റിക്ക് 60 രൂപ കൂട്ടിയിട്ടുണ്ട്. ഇനി ചുള പോലെ 2 500-ൻ്റെ നോട്ടും ആ ഗ്യാസ് കൊണ്ടുവരുന്നവന് ഒരു 50 രൂപയും കൂടെ കൊടുത്ത് 1050 രൂപയുണ്ടെങ്കിൽ ഒരു കുറ്റി ഗ്യാസ് വീടെത്തും. ഒന്ന് ആലോചിക്കണേ, ഒരു ദിവസം ഒരാൾ ചെയ്യുന്ന ജോലിയുടെ തുക. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ പറയുന്ന മുതലാളിമാരാണല്ലോ. രായു മുതലാളിയാണ് BJP-യുടെ ഇവിടുത്തെ നേതാവ്. രായു മുതലാളി അവിടുത്തെ ജീവനക്കാർക്ക്, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഷോപ്പിൽ ചെന്ന് അവിടുത്തെ ജീവനക്കാർക്ക് കൊടുക്കുന്ന ശമ്പളം നോക്കിക്കഴിഞ്ഞാൽ 8000, 10000, 12000. അതായത് ഒരു ദിവസത്തെ ഒരാളുടെ വേതനം പോലും 500 രൂപ, 300 രൂപ, 400, 600 എന്ന അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. കൂലിത്തൊഴിലാളികളെ സംബന്ധിക്കുന്നിടത്തോളം ആണെങ്കിൽ എല്ലാ ദിവസവും കാണില്ല, 1000 രൂപ അവർക്ക് കിട്ടും. പക്ഷേ പൊരി വെയിൽ കൊണ്ടുണ്ടാക്കുന്ന 1000 രൂപ നിഷ്പ്രയാസം നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവരെ സേവിക്കുന്ന ആ വിശ്വഗുരു ഉണ്ടല്ലോ, ഏത് ഇന്ന് വരെ ഒരു കുടുംബം നോക്കിയിട്ടില്ലാത്ത, സ്വന്തം കല്യാണം കഴിച്ചിട്ട് ഭാര്യയും കുടുംബത്തെ നോക്കാൻ ശേഷിയില്ലാഞ്ഞിട്ട് അതിനെ അടിച്ച് കളഞ്ഞിട്ട് അവർ എന്താണ് കുടുംബ ബജറ്റെന്നോ ഒന്നിനെക്കുറിച്ച് ഒരു ചുക്കും അറിയാതെ അദാനിക്കും അംബാനിക്കും വേണ്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ഇന്ന് രാവിലെ അദാനിക്ക് കുറച്ച് വരുമാനത്തിൻ്റെ കുറവ്, ആ ഗാർഹിക പീഡനം ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ കുറേ അടിമകളായിട്ടുള്ള ജനമുണ്ടല്ലോ, അവൻ്റെ തലയിൽ ഒരു 60 വെച്ച് അങ്ങ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. കാര്യം ഇതെല്ലാം ഈ നാട്ടിൽ വിതരണം ചെയ്യുന്നത് ഈ കോർപ്പറേറ്റുകളാണല്ലോ. അങ്ങനെയാണ് ഈ വ്യവസായ ആവശ്യത്തിനുള്ള സിലിണ്ടർ ഉണ്ട് ഈ കടകളിൽ കൊടുക്കുന്നത്, അതിന് 115 രൂപയും നമ്മുടെ ഗാർഹിക ഗ്യാസ് കുറ്റികൾ, അതായത് ഗാർഹിക സിലിണ്ടറിന് 60 രൂപയും കൂട്ടിയിട്ട് കോടിക്കണക്കിന് രൂപ കോർപ്പറേറ്റുകൾക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ടായിട്ട് ഇവർക്ക് കൺവെർട്ട് ചെയ്ത് തിരിച്ചാരുടെ പോക്കറ്റിലാണ് വരാൻ പോകുന്ന BJP-യുടെ. ഇതാണ് ബ്ലൂ പ്രിന്റ് വികസനം. നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു മുതലാളി, ഇപ്പോൾ രായു മുതലാളിയുണ്ട്, രായു മുതലാളിയുടെ കമ്പനി ചെന്ന് അന്വേഷിക്കണം എത്ര മനുഷ്യർ സംതൃപ്തരാണെന്ന്. കാര്യം ഈ മുതലാളിമാർക്കൊന്നും തൊഴിലാളികളോടൊന്നും വലിയ സ്നേഹമൊന്നും ഉണ്ടാകില്ല. മുതലാളിമാരുടെ ലക്ഷ്യം അധികാര കേന്ദ്രങ്ങളിലെത്തി അവരുടെ ബിസിനസ് കൂടുതൽ ഡെവലപ്പ് ചെയ്യാമെന്ന്. കാര്യം ഈ മുതലാളിമാരൊക്കെ വിശാല ഹൃദയരായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ എന്തോരം തൊഴിലാളികളുടെ ജീവിതം ഇതിനോടകം രക്ഷപ്പെട്ടു പോയനെ. ഇപ്പോഴും തൊഴിലാളിയായിട്ട് കിടന്നാൽ മതി എന്നുള്ള ഒരു മാനസികാവസ്ഥയുള്ളതാണ് കേരളത്തിലെ BJP, കോൺഗ്രസ് എന്ന് പറഞ്ഞ തറവാട്ടുകാരാണ്. തൊഴിലാളികളായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഇപ്പോൾ ഒരു തൊഴിലാളി സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവരാണ് ഈ നാട്ടിലെ ഭൂരിപക്ഷം ആയതുകൊണ്ട് അവരെ വളച്ചു നിർത്തിയാൽ അതിന് നമുക്ക് വിശ്വാസം എടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പറ്റിച്ച് അവരെ കൂടെ നിർത്താം. പക്ഷെ എന്താണ് കൂടെ നിർത്തി ചൂഷണം ചെയ്യുന്നത്? കാര്യം ഈ BJP-യോടൊപ്പം നിൽക്കുന്ന തന്നെ ആൾക്കാർക്ക് അത് രാജ്യത്തിൻ്റെ വികസനം. എന്ത് രാജ്യത്തിൻ്റെ വികസനം?